ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ മിക്സിയുടെ ജാറിലോട്ട് ഉഴുന്നും തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്താലോ. ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു ചട്നിയാണ് കേട്ടോ. ദോശേൻ്റെ കൂടെയോ ഇഡ്ഡലീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് ദോശേൻ്റെ കൂടെയൊക്കെ ഒഴിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിനുവേണ്ടി ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇനി നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. പൊതുവെ കുറച്ച് മാത്രം എരിവ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി ആ ഒരു ഉഴുന്നിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അപ്പൊ അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ആ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് എത്തണം കേട്ടോ. അപ്പൊ അതാണ്ട് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുതായതുകൊണ്ട് 4 എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 6-7 എടുക്കാം കേട്ടോ. ഇനി 2 തക്കാളി എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി എടുക്കുമ്പോഴേ നല്ല പഴുത്ത് നോക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി ആ തക്കാളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നൊരു പാകം ഉണ്ടല്ലോ, അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പൊ ദാണ്ട തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം നല്ല ഉടഞ്ഞു വരുന്ന പാകം എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതങ്ങോട്ട് ആ ഫ്ലെയിം അങ്ങ് ഓഫാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നപ്പോഴേക്കും ഞാൻ എല്ലാം കൂടെ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു ടീസ്പൂണും പിന്നെ ഒരല്പം കൂടെ നമ്മുടെ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പൊ ഈ സാമ്പാർ പൗഡർ സ്കിപ്പ് ചെയ്യാതെ ചേർത്തേക്കണം കേട്ടോ. ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഈ ഒരു ഐറ്റം ആണ്. ഇനി നമുക്കിത് അരഞ്ഞു കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ ഞാനൊന്ന് പേസ്റ്റ് കണക്കിന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പൊ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കണ്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ പാൻ തന്നെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വളരെ കുറച്ച് ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം ആ മിക്സിയുടെ ജാറിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ചട്നി നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ടിരിക്കണമെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പം ദാണ്ടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോഴ് നമുക്കിനി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തല്ലേ ഉള്ളൂ. അപ്പോൾ ഒരല്പം കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ആക്കാം. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തേക്കണേ. ഇനി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഒരുപാട് സമയം കിടന്ന് തിളയ്ക്കേണ്ട. ജസ്റ്റ് ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തിളച്ച് വരട്ടെ. ഇപ്പൊ ദാണ്ട ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട. ഈ ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചട്നിന്നോ അല്ലെങ്കിൽ ഒരു കറിയെന്നോ ഒക്കെ പറയാം. നല്ലൊരു കളറൊക്കെയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ദോശേൻ്റെ കൂടെ ഇഡ്ഡലീൻ്റെ കൂടെ ഒക്കെ ഇതങ്ങോട്ട് ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ എക്സ്ട്രാ ഒരു 2 കൂടെ കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ആണ്. അപ്പം ഞാനിത് അങ്ങോട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ഇത്തിരി ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ അതാണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ദോശേൻ്റെ കൂടെ ഒഴിച്ചങ്ങോട്ട് കഴിച്ചാലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.